അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കാറ്ററ്റ്, PSC, നെറ്റ്, സെറ്റ് എല്ലാവിധ മത്സര പരീക്ഷകളിലും ഒരു യുണീക്കായിട്ടുള്ള എല്ലാവർക്കും കൺഫ്യൂഷൻ ആകുന്ന ഒരു ക്വസ്റ്റ്യനാണ് ലാസിയ്യമക്ക് ശേഷം വരുന്ന ഇസ്മിൻ്റെ ഇഅ്റാബ് എന്തായിരിക്കും എന്നുള്ളത്. അത് നമ്മൾ മറ്റു കായികകൾ പഠിക്കുന്നത് പോലെ ചിലപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ നിരന്തരം എക്സാമുകളിൽ ഈ ക്വസ്റ്റ്യൻ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ കൃത്യമായിട്ട് അതിൻ്റെ ബേസിക് അറിയാത്തത് കൊണ്ട് പലപ്പോഴും ചില ആളുകൾ PSCക്കൊക്കെ ആണെങ്കിൽ നമ്മൾ അറ്റൻഡ് ചെയ്യാതിരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ലാസിയ്യമക്ക് ശേഷമുള്ള ഇഅ്റാബ് വളരെ സിമ്പിളാണ്. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട എക്സാം ഓറിയൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായിരിക്കും ലാസിയ്യമക്ക് ശേഷമുള്ള ഇഅ്റാബ് എന്ന അതിൻ്റെ ഇത് നമുക്ക് മനസ്സിലാക്കാം. രണ്ട് കാര്യമാണ് ഇവിടെ ഉള്ളത്. ആദ്യം നമ്മൾ പഠിക്കേണ്ടത് അവലൻ യജിബു അലൈന അൻ നഫ്ഹമ അസ്മാ അൻ നക്കിറതി വൽ മഅരിഫ. അതായത് നമ്മൾ എന്താണ് നക്കിറ, എന്താണ് മഅരിഫ എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒരു ഇസ്മ കണ്ടു കഴിഞ്ഞാൽ അത് നക്കിറയാണോ അത് മഅരിഫയാണോ എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പോൾ ഏതൊക്കെയാണ് നക്കിറകൾ, ഏതൊക്കെയാണ് മഅരിഫകൾ എന്ന് നമ്മുടെ ചാനലിലൂടെ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ അതിൻ്റെ ക്ലാസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് മഅരിഫകൾ ഏതൊക്കെയാണ്, നക്കിറകൾ ഏതൊക്കെയാണെന്ന്. എന്തിനാണ് മഅരിഫയും നക്കിറയും ഏതെന്ന് പഠിക്കുന്നത്? ലാസിയ്യമക്ക് ശേഷം നക്കിറ വന്നാൽ ഒരു പ്രത്യേക നിയമമാണ്, ലാസിയ്യമക്ക് ശേഷം മഅരിഫ വന്നാൽ പ്രത്യേക നിയമമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഇസ്മ കണ്ടാൽ അത് നക്കിറയാണോ മഅരിഫയാണോ എന്ന് മനസ്സിലാക്കൽ നമുക്ക് അതിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, നമുക്കിതിൽ കായിദയിലേക്ക് പോകാം. ഇദാ കാനൽ ഇസ്മു ബഅദഹ മഅരിഫത്തൻ. ലാസിയ്യമക്ക് ശേഷമുള്ള ഇസ്മ അത് മഅരിഫയാണെങ്കിൽ അതിൻ്റെ ഇഅ്റാബ് എങ്ങനെയായിരിക്കും? യജൂസു റഫ്ഉ വൽ ജർറു. അവിടെ റഫ്ഉം ജായിസാണ്, ജർറും ജായിസാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്തറിഞ്ഞിരിക്കണം? ലാസിയ്യമക്ക് ശേഷം വരുന്ന ഇസ്മ ഇത് മഅരിഫ തന്നെയാണോ എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ ഉദാഹരണത്തിലേക്ക് നോക്കാം. ഉഹിബ്ബുൽ ഉമ്മാൽ, ഞാൻ ജോലിക്കാരെ ഇഷ്ടപ്പെടുന്നു. വലാസിയ്യമ അൽ മാഹിറൂൻ, അല്ലേ, പ്രത്യേകിച്ച് നൈപുണ്യമുള്ള സ്കിൽഡായിട്ടുള്ള ആളുകളെന്നല്ലേ. അപ്പോൾ ഇവിടെ അൽ മാഹിറൂൻ എന്ന് പറയുമ്പോൾ അലിഫ്ലാം കൊടുത്തിട്ടുണ്ട്, അത് മഅരിഫയാണ്. അപ്പോൾ നമുക്ക് റഫ് കൊടുക്കൽ ജായിസാണ്. അതുപോലെ ജറും ജായിസാണ്. ഏതുപോലെ വഹിബ്ബുൽ ഉമ്മാല വലാസിയ്യമ അൽ മാഹിരീൻ എന്നും കൊടുക്കാം. അപ്പോൾ ലാസിയ്യമക്ക് ശേഷം മഅരിഫയാണെങ്കിൽ നമുക്ക് റഫും കൊടുക്കാം, അതുപോലെ തന്നെ ജറും കൊടുക്കാം. അപ്പോൾ ഇനി ലാസിയ്യമക്ക് ശേഷം നക്കിറയാണെങ്കിലോ, ഇദാ കാനൽ ഇസ്മു ബഅദഹ നക്കിറത്തൻ, അതിൻ്റെ ശേഷമുള്ള ഇസ്മു ആയാൽ നക്കിറയായാൽ എങ്ങനെയാണ് ഇഅ്റാബ് വരിക? യജൂസു റഫ്ഉ വൽ ജർറു വൻ നസ്ബു. അവിടെ റഫ്ഉം ജായിസാണ്, ജറും ജായിസാണ്, നസ്ബും ജായിസാണ്. ഏതുപോലെ ഉഹിബ്ബു സുവറൻ ഫന്നിയ, അല്ലേ, ഞാൻ എന്ത് ചെയ്യുന്നു, പിന്നെ കലാപരമായ പിക്ചേഴ്സ് ഞാൻ ഇഷ്ടപ്പെടുന്നു, അല്ലേ, ആർട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നു. വലാസിയ്യമ തിംസാലൻ, പ്രത്യേകിച്ച് ഏതാണ് നമ്മൾ പ്രതിമകൾ എന്ന് പറയുമല്ലോ. അപ്പോൾ തിംസാൽ എന്നൊരു വേർഡ് ഇവിടെ എന്താണ് നക്കിറയായിട്ട് വന്നിട്ടുള്ളതാണ്. അതാർക്കും പറയാൻ പറ്റില്ല തിംസാൽ എന്നുള്ളത്. ഏത് തിംസാലും തിംസാൽ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഉഹിബ്ബു സുവറൻ ഫന്നിയ വലാസിയ്യമ തിംസാലൻ എന്നും പറയാം, വലാസിയ്യമ തിംസാലു എന്നും പറയാം, വലാസിയ്യമ തിംസാലി എന്നും പറയാം. അപ്പോൾ നക്കിറയാണെങ്കിൽ റഫ്ഉം ജായിസാണ്, നസ്ബും ജായിസാണ്, ജറും ജായിസാണ്. ഈ രണ്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ലാസിയ്യമ എന്ന ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട
നഹ്വിൻ്റെ ഈസി ടിപ്സുകൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഇതിൻ്റെ വീഡിയോ ചെയ്യുന്നതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള യൂസ്ഫുള്ളായിട്ടുള്ള ഗ്രാമർ ടിപ്സുകളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.